പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന ഈ കൃപ അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ അനുഗ്രഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ കൃപ, കരുണ, അതിൻ്റെ ആഴങ്ങൾ അനുഭവിച്ചുകൊണ്ട് വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ദൈവം കൃപ തരട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് വചനം കേട്ടുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനം. അവൻ ഈ ഉപമ പറഞ്ഞു: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു: 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിനു നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു: യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചൂട് കിളച്ച് വളമിടാൻ, മേലിലത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ കാണാൻ പറ്റും ഒരു അത്തിവൃക്ഷം അത് ഫലം നൽകാതെ നിൽക്കുകയാണ്. ശരിക്കും ഈശോ അത്തിവൃക്ഷം ഉദ്ദേശിക്കുന്ന യഹൂദരെ കേന്ദ്രീകരിച്ചാണ് ഈശോ പറയുന്നത്. അതായത് ദൈവം ഒരുപാട് അവർക്ക് കൊടുത്തിട്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു, ഒരുപാട് നന്മകൾ ചെയ്തു. പക്ഷേ അതൊന്നും അങ്ങനെ പിടിക്കുന്നില്ല. അതെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലും കാണാൻ പറ്റും ചില ക്രൈസ്തവന് സഭ ചെയ്യാമെന്നെല്ലാം ചെയ്തു കൊടുക്കുകയാണ്, രാവും പകലും ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ പിടിക്കുന്നില്ല. അവിടെ വളമിട്ട് കൊടുത്തിട്ട് വളവൻ സ്വീകരിക്കുന്നില്ല. വളവൻ റിജക്റ്റ് ചെയ്യുകയാണ്, തള്ളിക്കളയുകയാണ്. വചനം തള്ളിക്കളയുക, ക്രിസ്തുവിനെ പോലും തള്ളിക്കളയുക. അങ്ങനെ വരുമ്പോഴേക്കാണ് നഷ്ടപ്പെട്ടു പോവുക. അത്തരം ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോവുക. ചിലപ്പോൾ ചില ആളുകളുണ്ട്, ഒന്നും ചെയ്യില്ല. തമ്പുരാനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ അവർ ജീവിതം വിട്ടുകൊടുക്കില്ല. പക്ഷെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവവചനം സ്വീകരിച്ചാൽ, കർത്താവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചാൽ, ആ വഴിയിലൂടെ പോയി ഉപവാസവും പ്രാർത്ഥനയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വഴികളിലൂടെ നടന്നാൽ തീർച്ചയായിട്ടും അവൻ അനുഗ്രഹിക്കപ്പെടും, കൃപ കൊണ്ട് നിറയും. പക്ഷെ സ്വീകരിക്കാൻ നിൽക്കുക, അങ്ങനെയുള്ളത് ദൈവം നോക്കി ഇത് വെട്ടിക്കളയാൻ പറയുക. ഫലം കിട്ടാത്ത ചില കാലങ്ങൾ. എന്താ അതിൻ്റെ കാരണം? ഒരുപാട് കാരണങ്ങൾ. ഒന്ന്, വചനം സ്വീകരിക്കുന്നില്ല, ഉള്ളോട്ട് സ്വീകരിക്കുന്നില്ല. 2, കഠിനമായിട്ട് നിൽക്കുക. ഹൃദയം കഠിനം എന്ന് വെച്ചാൽ വേറെ ചില തിന്മകളോട് ആഴമേറിയ ബന്ധം പുലർത്തുക. അതാണ് 2 Korinത്യർ 4:4 പറയുന്ന പോലെ, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ചില കാര്യം മുറുകെ പിടിച്ച്, ചില വഴിവിട്ട ബന്ധങ്ങളെ മുറുകെ പിടിച്ചിരിക്കുക, ചില പാപസുഖങ്ങളെ മുറുകെ പിടിച്ചിരിക്കുക, ധനവുമായി ബന്ധപ്പെടുന്ന ബന്ധങ്ങളെയും വട്ടം പിടിച്ചിരിക്കുക. അപ്പോൾ ഇവൻ ദൈവവചനം സ്വീകരിക്കില്ല. അപ്പോൾ അവന് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. അവൻ കുമ്പസാരമില്ല, ഞായറാഴ്ച കുർബാനയൊക്കെ മാറ്റിവെക്കുക. അപ്പോൾ അവൻ അഭിഷേകം കുറഞ്ഞു പോവുക, കൃപയിൽ വളരാൻ പറ്റാതെ പോവുക, ആത്മാവിൽ നിറയാൻ പറ്റാതെ പോവുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ വലിയൊരു വചനം നാം ധ്യാനിക്കാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം. ശരിക്കും അത് 1 മുതൽ 15 വരെയുള്ള വചനം ധ്യാനിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം. ഒരു ദിവസം വചനം ഇങ്ങനെയാണ് പറയുന്നത്: യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു: ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. യേശു എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു: ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു: 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി അവിടെയുണ്ട്. ഒരു പക്ഷേ ഈ വചനം പറഞ്ഞത്, ഒരു പക്ഷേ അന്ത്രയോസ് പറഞ്ഞത്: ഈശോ, നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണം റെഡി, നിനക്ക് വേണ്ടി ഒരു കൊച്ചിതേ ഭക്ഷണം ഇരിപ്പുണ്ട്, 5 അപ്പം ഇരിപ്പുണ്ട്, 5 അപ്പമുണ്ട്, 2 മീനും ഇരിപ്പുണ്ട്, അത് നിനക്കുള്ള കാര്യം റെഡി. കാരണം അവരത്ര ചിന്തിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എങ്ങനെയും പൊക്കോട്ടെ, നിൻ്റെ കാര്യം നീ നോക്ക്. പക്ഷേ ഈശോ അങ്ങനെയല്ല. ഈശോയുടെ മുമ്പിൽ ഈ ജനത മുഴുവനുണ്ട്. ഈ ജനത വിശന്നാണ് വരുന്നത്, ദാഹിച്ചാണ് വരുന്നത്. അവർക്ക് കൊടുക്കേണ്ടത് ഈശോയ്ക്ക് കൊടുക്കണം. ഈശോ ആഗ്രഹിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു: എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? അവൻ ചോദിക്കുമ്പോൾ ഈശോ പറഞ്ഞു: ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ച് വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് 5 അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. അപ്പം ആ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും
ആ 2 മീനും അത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അത് വർദ്ധിപ്പിക്കപ്പെടുന്നത് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തരാൻ തയ്യാറാണ്. പക്ഷെ നാം ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഈ 5 അപ്പവും 2 മീനും ആ കൊച്ചുകുട്ടി അത് കൊടുക്കുക, ഈശോയ്ക്ക് കൊടുക്കുക, ഈശോയുടെ കൈകളിലേക്ക് ജീവിതം സമർപ്പിക്കുക. അപ്പോഴവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അത് വർദ്ധിപ്പിക്കപ്പെടുക. 5000-ലധികം ആളുകൾക്ക് അത് വയറ് നിറച്ച് ഭക്ഷണമായിട്ട് മാറുക, കൃപയായിട്ട് മാറുക, മിറക്കിൾ സംഭവിക്കുക. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഞാൻ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ്. അവിടെ ഉള്ളിൽ കാഠിന്യമില്ലാത്തത് കൊണ്ടാണ് ഈ അത്ഭുതം സ്വന്തമാക്കാനായിട്ട് പറ്റുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞു തുടങ്ങി, അതായത് ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷം. ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തിന് മറ്റൊരു പ്രത്യേകത, അവ ഒരിക്കലും ദൈവത്തിന് വിട്ടുകൊടുക്കുകയില്ല. ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കില്ല. ആത്മാർത്ഥമായ ഒരു കുമ്പസാരം നടത്തിയല്ല, ഒരു കുർബാനയെ പങ്കെടുക്കില്ല, വചനം ശ്രവിക്കാൻ താല്പര്യം, ചിലപ്പോൾ ധ്യാനം പോലും കൂടില്ല, എല്ലാറ്റിനെയും വിമർശിക്കുന്ന വ്യക്തികളായിട്ടൊക്കെ മാറും. ഈശോയെ പോലും വിമർശിക്കും. കുരിശിൽ രക്തം ചിന്തി മരിച്ച ഈശോ, അവൻ അങ്ങേയറ്റം വരെ അപമാനിക്കപ്പെട്ടവനാ. അവൻ 3 ആണുകളിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ അവൻ അങ്ങേയറ്റം അവഹേളിക്കപ്പെട്ടവനാ. എന്നിട്ട് വീണ്ടും അവഹേളിക്കുന്ന കാണാൻ പറ്റും. നമുക്കറിയാം, ഈശോ ശരിക്കും ഈശോ മരിച്ചു, ഈശോ ഉത്ഥാനം ചെയ്തു, 3 നാൾ കഴിഞ്ഞ് ഉത്ഥാനം ചെയ്ത് സംഭവമൊക്കെ ഉണ്ട്. ഇതെല്ലാം ചരിത്ര സത്യമായിട്ട് നിൽക്കുമ്പോഴും ഈശോ അവഹേളിക്കുന്ന മക്കളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മക്കൾക്കും അവർക്ക് വളരാൻ പറ്റിയല്ല, ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റില്ല. പിന്നെ ആരാണ് വീണ്ടും വളരാത്ത അത്തിവൃക്ഷങ്ങൾ? വളരാത്ത അത്തിവൃക്ഷങ്ങളുടെ പ്രത്യേകത, അവർ ദൈവബന്ധം സൂക്ഷിക്കാതെ ലോകബന്ധത്തിലേക്ക് അങ്ങ് പോകുന്ന ജീവിതങ്ങളാണ്. മറ്റു തിന്മകൾ അവർ സംശീകരിക്കുന്നു, ദൈവം കൊടുക്കുന്നൊന്നും സ്വീകരിക്കുന്നില്ല. തിന്മകളെ അവർ സ്വന്തം ജീവിതത്തിലോട്ട് കൊണ്ടുവരികയാണ്. ലോകത്തിൻ്റെ മോഹങ്ങളെയും അവർ സ്വീകരിക്കുക. ആഡംബരപ്രിയം, സുഖലോലുപത, മദ്യാസക്തി, ജഡിക പാപങ്ങൾ, ധനം, ഇതൊക്കെ അവരുടെ ഹൃദയത്തിലേക്ക് അവർ നിറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർക്ക് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ പറ്റാതെ പോവുക, ഹൃദയം അടഞ്ഞു പോകുക. അത്തരം വൃക്ഷങ്ങൾ വെട്ടിക്കളയാൻ കർത്താവ് പറയാം, വെട്ടിക്കളയാൻ പറയാം. എന്തിന് നിലം പാഴാക്കുന്നു? ചില കുടുംബങ്ങളിലൊക്കെ കാണാൻ പറ്റും, ചില ജീവിതങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കാത്ത ജീവിതങ്ങൾ കുറേ പാഴ്ചെടികളായിട്ട് മാറുക. പക്ഷേ ഈ മക്കൾ ചിന്തിക്കേണ്ടത്, ഈ ചെറിയ ബാലൻസ് ഇതുപോലെ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത പോലെ എൻ്റെ ഇല്ലായ്മയിലും ദൈവത്തിന് വിട്ടുകൊടുക്കണം. ചില വിചാരമുണ്ട്, ദൈവം എനിക്കൊന്നും തരികയില്ല, എനിക്ക് ഇത്രേ ഉള്ളൂ, എനിക്ക് വളരാൻ പറ്റിയല്ല. എപ്പോഴും നിരാശ നിറഞ്ഞ ചിന്താഗതികൾ, എപ്പോഴും നാശത്തിൻ്റെ ചിന്താഗതികൾ. ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഉള്ളിലങ്ങ് ചിന്തിക്കുക, മനസ്സിലങ്ങ് ചിന്തിക്കുക, ഒന്നും നേരെയാകാൻ പോകുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ വിശ്വസിക്കണം, ഈശോയുടെ കൈ ശക്തിയുള്ള കരങ്ങളാണ്. ആ കരങ്ങളിൽ എൻ്റെ ജീവിതം ഞാൻ കാഴ്ചവെച്ചാൽ അവനിത് വർദ്ധിപ്പിച്ച് എനിക്ക് അനുഗ്രഹമാക്കി തരും. എന്നെ അഭിഷേകം ചെയ്യും, എന്നെ ഉയർത്തും, എന്നെ വളർത്തുന്ന ദൈവം. കർത്താവ് ഒരിക്കലും ആരെ ഇടിച്ചു തകർക്കുന്ന ദൈവമല്ല, ഇല്ലാതാക്കുന്ന ദൈവമല്ല. എല്ലാവരും വളരണം. കർത്താവിൻ്റെ ആഗ്രഹത സ്വർഗത്തോളം വളരണം, എന്ന് വെച്ചാൽ ആത്മീയമായിട്ട് വളരണം, ദൈവത്തെ അറിയണം, വിശുദ്ധിയിൽ വളരണം, കൃപയിൽ വളരണം, ആത്മാവിൽ വളരാൻ ഈശോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈശോ വളവിട്ട് കൊടുക്കുക. ഈ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ നടക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ ശരി വളവിട്ട് കൊടുക്കുക, വചനം ഇട്ട് കൊടുക്കുക. വചനം ഇത് എടുക്കുന്നില്ല, ഇവൻ മരവിച്ചിരിക്കുക, ഇവൻ താല്പര്യമില്ല, അവനിത് മാറി നിൽക്കുക. അപ്പോൾ ഈശോ അവസാനം ഓർത്തണം, ഈ സ്വീകരിക്കാത്ത മക്കളെല്ലാം ഓർത്തണം, അവസാനം കർത്താവ് ഫലം കാണാൻ വേണ്ടി, ഫലം കായ്ച്ചിട്ടുണ്ടോ, ഈ അത്തിവൃക്ഷത്തിന് ഫലം കായ്ച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കർത്താവ് വരും. കർത്താവ് വരുമ്പോഴാ നീ ഫലശൂന്യമായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴാ കർത്താവിൻ്റെ മനസ്സ് തകരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. എനിക്കറിയാം, ഒരു സഹോദരൻ ഒരുപാട് തിന്മയ്ക്ക് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു, ഒരുപാട് പാപത്തിൻ്റെ അടിമ വേല ചെയ്ത വ്യക്തിയാണ്. ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. അവൻ ധ്യാനം കൂടാൻ വന്നു, കർത്താവിനെ ആരാധിക്കാൻ വന്നു, ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ 5 ദിവസങ്ങൾ വചനം കേട്ടു, അവൻ ശരിക്കും കുമ്പസാരിച്ചു. അവൻ്റെ ജീവിതത്തിൽ അതുപോലെ കുമ്പസാരം നടത്തിയിട്ടില്ല. അതുപോലെ തുറന്ന് പറഞ്ഞു, തമ്പുരാനെ എനിക്ക് തെറ്റുപറ്റി, ഇനി ഒരിക്കലും തെറ്റുകയില്ല. അവൻ വചനം സ്വീകരിച്ചു. അവൻ്റെ നോട്ട് ബുക്കിൽ ബൈബിൾ വചനങ്ങൾ ഇങ്ങനെ എഴുതി എടുക്കുക, കാരണം അവൻ പഠിക്കുക. അതിനുശേഷം അവൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയി. ഇപ്പം അഭിഷേകത്തിൽ മുന്നോട്ട് പോവുക, കൃപയിൽ മുന്നോട്ട് പോവുക, അവനോട് ഈശോ അനുഗ്രഹിക്കുക, വർദ്ധിപ്പിക്കുക. ഇപ്പം അവൻ പറയാം, എൻ്റെ ജീവിതം വളർന്നു വെച്ചാൽ എല്ലായിടത്തും വളർച്ച കാണുക, ഉയർച്ച കാണുക. കാണിച്ചാൽ ദൈവവചനം സ്വീകരിക്കുമ്പോഴാ അത്തിവൃക്ഷം വളരുന്നത്, ഞാൻ വളരുന്നത്, നിങ്ങൾ വളരുന്നത്. ദൈവവചനത്തെ തിരസ്കരിക്കുന്ന, ആത്മാവിൻ്റെ അഭിഷേകങ്ങളെ തിരസ്കരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ പരിഹസിക്കുന്ന ജീവിതങ്ങൾ അവർ കല്ലിച്ചു പോകുകയാണ്. ഫലമില്ല. സ്നേഹത്തിൻ്റെ ഫലം കായ്ക്കാൻ പറ്റുന്നില്ല, സാഹോദര്യത്തിൻ്റെ ഫലം കായ്ക്കാൻ പറ്റുന്നില്ല, വിശുദ്ധിയുടെ ഫലങ്ങൾ കായ്ക്കാൻ പറ്റുന്നില്ല, ദൈവരാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ പറ്റുന്നില്ല, രക്തസാക്ഷിത്വത്തിൻ്റെ ഫലങ്ങൾ കായ്ക്കാൻ പറ്റുന്നില്ല, പുണ്യങ്ങളുടെ ഫലങ്ങൾ കായ്ക്കാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. അവർ ചില കാർക്കശ്യ ബുദ്ധിയോടെ മറ്റുള്ളവരെ തകർത്തു
കാത്തുകൊണ്ട് പോലും അവർ മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. പക്ഷെ അവസാനം അവർ തകർന്നു പോകുന്നത് കാണാൻ പറ്റും. ജീവിതം തകർന്നു പോകുന്നത് കാണാൻ പറ്റും. ബാബേൽ ഗോപുരം ഉയർന്നു നിന്നിട്ട് അവസാനം തകർന്നു പോലെ ദൈവത്തിൻ്റെ കരുത്തിലൊന്നും ആശ്രയിച്ചല്ല അവർ ബാബേൽ ഗോപുരം പണിത്. സ്വന്തം കഴിവ്, സ്വന്തം ബുദ്ധി, സ്വന്തം പിടിപാട്, സ്വന്തം അധികാരവും പണവും ഉപയോഗിച്ചുകൊണ്ട് വളർന്ന ജീവിതങ്ങളാണ്. പക്ഷെ അവസാനം അതങ്ങ് തകരുക. അത് ജനത്തിന് മുഴുവൻ ഒരു പാഠമായിട്ട് മാറുക. ദൈവത്തെ കൂടാതെ പണിതുയർത്തുന്ന സൗധങ്ങളൊക്കെ തകർന്നു പോകുന്നത് പഠിപ്പിക്കുക. പക്ഷേ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ കർത്താവിത നട്ടിരിക്കുക. നമ്മൾ കർത്താവിൻ്റെ സഭയിലെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഓരോരുത്തരും നമ്മൾ കർത്താവ് ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ വചനം സ്വീകരിക്കണം, അഭിഷേകം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. നമ്മൾ അത് ഉള്ളുകൊണ്ട് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിൽ നിറയും. നാം നിറഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ വീഴുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത് പറയുമ്പോൾ, വല്ല മക്കളും അങ്ങനെയല്ല. അപ്പം കൊണ്ട് ജീവിക്കാൻ നോക്കുക, പണം കൊണ്ട് ജീവിക്കാൻ നോക്കുക, പേരും പെരുമയും കൊണ്ട് ജീവിക്കാൻ നോക്കുക. നല്ല വസ്ത്രം കിട്ടിയാലെല്ലാമായി, നല്ല വിദ്യാഭ്യാസം എല്ലാമായി, വലിയൊരു വീട് പണിതാൽ എല്ലാം തികഞ്ഞു, ഇനി യാതൊന്നിൻ്റെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഈ കാഴ്ചപ്പാടുള്ള ഒത്തിരി മക്കളുണ്ട്. അതാണ് നാശത്തിൻ്റെ വഴിയുടെ പോകുന്ന മക്കൾ. ശരിക്കും അങ്ങനെ അപ്പത്തിൻ്റെ മാത്രം പിന്നാലെ പോകുമ്പോൾ ശരിക്കും അവരാരുടെ കൺട്രോളില്ല, തിന്മയുടെ ശക്തിയുടെ കൺട്രോളില്ല, ബന്ധനത്തിലാണത്. ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. വചനം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളായിട്ട് നിങ്ങൾ മാറണം എന്നാണ് ഈശോ പറയുന്നത്. അത്തിവൃക്ഷത്തിന് ഫലം കായ്ച്ചേനെ, അതായത് നമ്മൾക്ക് ഫലം കായ്ച്ചേനെ നമ്മൾ വചനം സ്വീകരിക്കുന്ന വ്യക്തികളായിട്ട് മാറിയിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ലോകത്തിൻ്റെത് മാത്രം ലൗകികതയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആധ്യാത്മിക ജീവിതം അധപ്പതിക്കുക, പ്രാർത്ഥനാ ജീവിതം തീരുക. ചില അപ്പനമ്മമാര് അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാൻ ജീവിക്കുമ്പോൾ അവസാനം നമ്മൾ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. മുഴുവനും ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടി വരും. നീതിവിധിയാളനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. ഞാനും നിങ്ങളും രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന മുഴുവൻ പ്രവർത്തികൾക്കും കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ഒരു മണിക്കൂറുണ്ട്, ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിലാണ് നമ്മൾ സങ്കടപ്പെടുന്നത്, ദുഃഖം അനുഭവിക്കുന്നത്. വചനത്തിൽ പറയുന്ന പോലെ അവനെ കുത്തിമുറിവേൽപ്പിച്ചവർ അവനെ നോക്കി നിന്ന് മാറത്തടിച്ച് കരയുമെന്ന് വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവനെ കുത്തിമുറിവേൽപ്പിച്ചവർ അവനെ നോക്കി നിന്ന് മാറത്തടിച്ച് കരയുക. എന്താ കുത്തിമുറിവേൽപ്പിച്ചത്? അവൻ്റെ വചനം തിരസ്കരിച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾ. അവിടെ വചനാധിഷ്ഠിതമായ ജീവിതത്തെ കൊണ്ടുവരുവാനായിട്ട് നാം തയ്യാറാകണം. മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കണം. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായിട്ട് തീരണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വേണം. നമ്മുടെ ജീവിതം സ്നേഹം വേണം, ആനന്ദം വേണം, ക്ഷമ വേണം, ദയ വേണം, നന്മ വേണം, വിശ്വസ്തത വേണം, സൗമ്യത വേണം, ആത്മസംയമനം വേണം തുടങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റാത്തത് നമ്മുടെ ജീവിതത്തിൽ ചില കല്ലുകൾ ഇരിപ്പുണ്ട്. ചില പാപത്തിൻ്റെ സ്വാധീനം ഇരിക്കുക, അത് ഉള്ളിലിങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അതെടുത്ത് കളയാല. ആ തിന്മയോട് അതിൻ്റെ സുഖമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ സുഖം ആസ്വദിക്കുന്നവൻ അവസാനം പാപത്തോട് അവൻ ആ പാപം അവനെ തിന്നുകളയെന്ന് കാണാൻ പറ്റും, നശിപ്പിക്കുന്നത് കാണാൻ പറ്റും. ചില മദ്യപാനികൾക്ക് പറ്റുന്ന പോലെ ആദ്യം മദ്യം കുടിച്ചു തുടങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ മദ്യം അവനെ കുടിക്കുക. കാരണം ഇവന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ വരിക, ബന്ധനാവസ്ഥയിലോട്ട് വരിക, തകർന്ന അവസ്ഥ. അന്ന് പൈശാചിക ശക്തി ഗ്രാജുവലി ബന്ധിക്കുകയാണ്, അവനെ സ്വന്തമാക്കിയെടുക്കുക. ഈശോയെ പ്രലോഭിപ്പിച്ച പിശാച് ബോധപൂർവ്വം അവൻ ഇറങ്ങിയത്, അവൻ അപ്പം കാണിച്ചു പറയുക, കല്ലുകൾ അപ്പമാക്കാൻ പറയുക, ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറയുക, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കുക, നിനക്കെല്ലാ സുഖങ്ങളും തരാം, എല്ലാം തരാമെന്ന് പറയുമ്പോൾ ഈശോ അവൻ തരുന്ന മുഴുവൻ സുഖങ്ങളെയും അവൻ തരുന്ന മുഴുവൻ ഭക്ഷണത്തെയും അവൻ മാറ്റിവെച്ചിട്ട് സാത്താനെ ദൂരെ പോവുക. അതാണ് മത്തായിയുടെ സുവിശേഷം 4:10-11. സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓടിക്കുമ്പോൾ, ഇവിടെ ക്രൈസ്തവൻ പലപ്പോഴും നമ്മൾ ഈ സാത്താനെ ആട്ടി ഓടിക്കുന്നുണ്ടോ, അതോ നമ്മൾ അവനെ കൂട്ടുപിടിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ മുഴുവൻ ആസ്വദിക്കാൻ നോക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാനം നീ കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. നീ ആത്മനാശത്തിൻ്റെ വഴിയിലൂടെ പോകുന്നത്. ഇത് പരിശുദ്ധാത്മാവ് പറയുന്നതാ, അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുന്ന വചനമാണിത്, സഭയുടെ വിശ്വാസ ബോധ്യമാണിത്. വചനമാണ്, ക്രിസ്തുവിൻ്റെ അധരത്തിലൂടെ വീണ വചനമാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുക. ഈശോ പറഞ്ഞു 2 വഴികളുണ്ട്, വിശാലമായ വഴിയും ഇടുങ്ങിയ വഴികളും. വിശാലമായ വാതിൽ, എല്ലാവരും പോകുന്ന വഴി, എല്ലാ ആർഭാടങ്ങളും സുഖങ്ങളും നിറഞ്ഞ വഴി. അവിടെ ഒന്നും ഒരു കുറവില്ല, വേദനയില്ല, വേദന സംഹാരികൾ മാത്രമേ ഉള്ളൂ. എല്ലാ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ, സുഖത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന മനുഷ്യൻ. കർത്താവ് ഈശോ പറഞ്ഞൊരു വചനമുണ്ട്. അതുകൊണ്ട് അടുത്ത നിമിഷം ഈശോ പറയുകയാണ്, ഇടുങ്ങിയ വഴി, അത് പരിപരുത്ത വഴികളാണ്, വേദന നിറഞ്ഞ വഴി. പക്ഷേ ഈ ഇടുങ്ങിയ വഴി, വേദന നിറഞ്ഞ വഴി, വിശുദ്ധിയുടെ വഴി, ക്ഷമയുടെ വഴി,
ലൗകികതയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള വഴി. ആ വഴി ഈശോ പറഞ്ഞ, അല്ലാതെ നമ്മളാരും കണ്ടുപിടിച്ച വഴിയല്ല, നമ്മളാരും പഠിപ്പിക്കുന്ന വഴിയല്ല, ഈശോ പഠിപ്പിച്ച വഴി. ആ വഴി പോകുന്നവൻ നിത്യജീവനെ ചെന്നെത്തുകയാ. മറ്റേ വഴിയെ പോകുന്നവൻ നിത്യനാശത്തിൽ. ഈശോ പറഞ്ഞു. ഈശോ പറഞ്ഞതിനപ്പുറം പറയാൻ എന്നെയും കൊണ്ടും നിങ്ങളെയും കൊണ്ട് ആർക്കാവില്ല. ഈശോയെക്കാളും അറിവ് ആർക്കുമില്ല. മരണത്തെയും പിശാചിനെയും ലോകത്തെയും തോൽപ്പിച്ച് ഉത്ഥിതനായ കർത്താവിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങൾ നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്നത് എന്നുള്ള കാര്യം ബോധ്യത്തിനുണ്ടാകണം. അപ്പോൾ അവൻ്റെ മുമ്പിൽ അവൻ പറഞ്ഞതാണ് സത്യം. ഈശോ പറഞ്ഞു ഞാനാ സത്യം. സത്യം ഈശോയാണ്. ഈശോയുടെ വചനമാണ് സത്യം. അതിന് ഉറച്ചു നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് വഴിമാറല്ല. ഇപ്പോൾ ചിലരുണ്ട്, ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവസാനം 22 മുതൽ വചനത്തിൽ, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് നിത്യജീവനിൽ പ്രവേശിക്കുക. നിത്യജീവനിൽ പ്രവേശിക്കുന്നവർ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല. അന്ന് നിങ്ങൾ പലരും പറയും, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഈശോ പറഞ്ഞു, അവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുകയില്ല. പ്രാർത്ഥിക്കുന്നവരാ, ഒക്കെ ശരിയാ, പക്ഷെ വചനാധിഷ്ഠിതം ജീവിക്കാത്ത ജീവിതം, ഈശോയെ അനുസരിക്കാത്ത ജീവിതം, തന്നെ ഇഷ്ടം പോലെ ജീവിക്കുന്നവർ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പോകേണ്ടത് കർത്താവ് കാണിച്ച വഴിയിലൂടെ പോകണം. സഹനത്തിൻ്റെയാ, ത്യാഗത്തിൻ്റെയാ, അവിടെ വിശുദ്ധിയുടെ ലാളിത്യത്തിൻ്റെയാ, സിംപ്ലിസിറ്റിയുടെയാ, പുണ്യങ്ങളുടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നടക്കുമ്പോഴാ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. സ്വർഗമാകുന്ന ഓർസ്ലേമിൽ നാം എത്തിച്ചേരുക. അതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടി, നമ്മൾ പാഴ്ചെടിയായിട്ട് മാറാതിരിക്കാൻ വേണ്ടി, കർത്താവിൻ്റെ സഭയിൽ പാഴ്ചെടിയായിട്ട് മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അങ്ങനെ കൃപയുടെ മക്കളായിട്ട്, ആത്മീയ മക്കളായിട്ട് നമുക്ക് മാറാം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഈ വചനം കേട്ട മുഴുവൻ മക്കൾക്കും ഈ ആരാധന സമയത്ത് വലിയ സൗഖ്യവും അനുഗ്രഹവും ലഭിക്കട്ടെ. വചനം കേട്ട മക്കൾക്കല്ല, സ്വീകരിച്ച മക്കൾക്ക്, സ്വന്തമാക്കിയ മക്കൾക്ക്, കർത്താവിനെ ആരാധിക്കുന്ന മക്കൾക്ക് ഈ ആരാധന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയാ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, അഭിഷേകം വ്യാപിക്കട്ടെ എൻ ഹൃദയത്തിൽ എല്ലാ ഹൃദയങ്ങളിലേക്കും വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, നിറയണമേ എന്നിൽ, നിറയണമേ ബന്ധനം അഴിച്ചുവിടണമേ, നിറയണമേ എന്നിൽ, നിറയണമേ കൃപ വർഷിക്കണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്നു. ആത്മാവിനെ വർഷിക്കണേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മുമ്പിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കർത്താവേ, വചനം കേട്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളുള്ള ബന്ധനങ്ങൾ അഴിക്കണമേ. പാപക്കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുവാൻ കൃപ തരണേ. കർത്താവേ, ഞങ്ങൾ പാഴ്ചെടികളായിട്ട് അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ അനുവദിക്കരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഉണർവിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ദൈവവചനം സ്വീകരിച്ച് വളരുവാൻ കൃപ തരണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഫലങ്ങളായ സ്നേഹമാനന്ദം, ക്ഷമതയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം തുടങ്ങിയ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ എല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ബന്ധനങ്ങൾ അഴിയട്ടെ. സാത്താനൊരു സൈന്യം വിട്ടുപോകട്ടെ, അന്ധകാരം വിട്ടുപോകട്ടെ, സാത്താൻ വിട്ടുപോകട്ടെ.
യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. രോഗികൾ സുഖം പ്രാപിക്കട്ടെ. രോഗികൾ സുഖം പ്രാപിക്കട്ടെ. കടബാധിതരുടെ ബന്ധനം അടിയട്ടെ. പാപത്തിൻ്റെ കെട്ടഴിഞ്ഞു പോകട്ടെ. പൈശാചിക ബന്ധനം അടിയട്ടെ. ദൈവമക്കളെ നശിപ്പിക്കുന്ന ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. നശിപ്പിക്കുന്ന ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ മക്കളെയും വിട്ടുപോകട്ടെ. മദ്യപാനികൾ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ ഇടപെടണമേ. പുകവലിക്കുന്ന മക്കളെ ആശീർവദിക്കുന്നു. കർത്താവേ ഇടപെടണമേ. ബന്ധനം അഴിച്ചുവിടണമേ. മയക്കുമരുന്ന് ലഹളികളിൽ കഴിയുന്ന കുടുംബങ്ങളെ മോചിപ്പിക്കണമേ. കെട്ടഴിക്കണമേ. വ്യഭിചാരത്തിൻ്റെ പൈശാചിക ബന്ധനം അഴിച്ചുവിടണമേ. കർത്താവേ ആ ബന്ധനത്തിൽ നിന്ന് കുടുംബങ്ങളെ മോചിപ്പിക്കണമേ. യുവതീവാക്കളെ മോചിപ്പിക്കണമേ. സ്വയംഭോഗ സ്വവർഗരീതികളുടെ ബന്ധനം അഴിച്ചുവിടണമേ. തിന്മയുടെ ശക്തികളെ കർത്താവെ ഈ കുടുംബങ്ങളിൽ നിന്ന്, ഈ മക്കളിൽ നിന്ന് മോചിപ്പിക്കണമേ. എടുത്തു കളയണമേ. കർത്താവെ ഇവരെ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് നിറയട്ടെ. പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് ഒഴുകണമേ. കൃപയായിട്ട് മാറണമേ. കൃപയായിട്ട് തീരണമേ. അഭിഷേകം കൊടുക്കണമേ. രോഗങ്ങൾ വിട്ടുമാറട്ടെ. മാരക രോഗങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. മാറാ രോഗങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ഈ മക്കളുടെ കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്ക് അനുഗ്രഹം ലഭിക്കട്ടെ. ദൈവ സ്നേഹാഗ്നിയിൽ ജ്വലിക്കട്ടെ. ദൈവവചന വായന ഈ മക്കളുടെ കുടുംബങ്ങൾ സംഭവിക്കട്ടെ. സന്ധ്യാപ്രാർത്ഥനയിലൂടെ ഒരുപാട് അഭിഷേകങ്ങൾ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അഭിഷേകം ലഭിക്കട്ടെ. ക്ഷമിക്കുവാനുള്ള കൃപ ലഭിക്കണമേ. കർത്താവേ ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ. ക്ഷമ ചോദിക്കുവാൻ കൃപ കൊടുക്കണമേ. വെറുപ്പിൻ്റെ പിശാചുകളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വൈരാഗ്യത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഭിന്നതയുടെ ആത്മാക്കൾ വിട്ടുപോകട്ടെ. തെറ്റായ ബോധ്യങ്ങൾ വിട്ടുപോകട്ടെ. ബുദ്ധിയിലുള്ള അന്ധകാരത്തെ യേശുനാമത്തിൽ ബന്ധിച്ച് പുറത്താക്കുന്നു. അഹങ്കാരം നീങ്ങിപ്പോകട്ടെ. അഹങ്കാരത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. അന്ധവിശ്വാസങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൃപയ്ക്കുമേ കൃപ തരണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് കർത്താവെ കയറിച്ചെല്ലണമേ. സക്കേവൂസിന്റെ വീട്ടിൽ കയറിച്ചെന്ന് ആ കുടുംബത്തെ മുഴുവൻ രക്ഷിച്ച് സ്വന്തമാക്കിയതുപോലെ ഈ സമയത്ത് കർത്താവെ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളിലേക്കും അങ്ങ് ജീവനോട് കയറിച്ചെന്ന് ആ കുടുംബങ്ങളെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റി അവരെ അനുഗ്രഹിക്കണമേ. ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയും പാപബന്ധനങ്ങളെല്ലാം അടിച്ചു പുറത്താക്കിയതുപോലെ, തിന്മ മുഴുവൻ അടിച്ചു പുറത്താക്കിയതുപോലെ ഈ സമയത്ത് കർത്താവെ, സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കരത്താൽ, അങ്ങയുടെ ഇടപെടലിലൂടെ തിന്മയുടെ സ്വാധീനങ്ങൾ ഈ മക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പുറത്തു പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ അന്ധകാരം വിട്ടുപോകട്ടെ. പാപക്കെട്ടഴിയട്ടെ. ധനാസക്തികൾ, പാപക്കൂട്ടുകെട്ടുകളെല്ലാം വിട്ടുമാറട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. കൃപയുടെ അഭിഷേകം വ്യാപിക്കട്ടെ. കൃപയ്ക്കുമേൽ കൃപ. വിശുദ്ധി നിറയട്ടെ. ഈ സമയത്ത് എല്ലാ മക്കൾക്കും സന്തോഷം ലഭിക്കട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിക്കാൻ ഇടവരട്ടെ. ക്ഷമിക്കാൻ ഇടവരട്ടെ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുന്നു. അനുഗ്രഹം ഒഴുകട്ടെ. സമാധാനം നിറയട്ടെ. ദൈവസ്നേഹം നിറയട്ടെ. സ്വസ്ഥത നിറയട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണം. ഓരോ മക്കളിലേക്കും, ഓരോ ഹൃദയങ്ങളിലേക്കും, ഓരോ ജീവിതങ്ങളിലേക്കും സാധാരണ ബന്ധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഈ സമയത്ത് അനുഭവം ഉണ്ടാകട്ടെ. സൗഖ്യം